ഹലോ എവറിവൺ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ബ്രിട്ടീഷിന്റെ രാഷ്ട്രീയ ചരിത്രവും അധികാരത്തിന്റെ തുടക്കവും ഭാഗം ഒന്ന്. ഓക്കെ. യൂറോപ്യന്മാരുടെ ആഗമനം പശ്ചാത്തലം എന്തൊക്കെയാണ്? വാണിജ്യ വർഗത്തിന്റെ ഉയർച്ച, ദേശരാഷ്ട്രങ്ങളുടെ ആവിർഭാവം, രാജകീയ പ്രോത്സാഹനം, ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങൾ, ക്രിസ്തുമതം പ്രചരിപ്പിക്കാനുള്ള മിഷണറിമാരുടെ പ്രവർത്തനങ്ങൾ, തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തത്. ഇന്ത്യയിലെ യൂറോപ്യൻ മുന്നേറ്റങ്ങളുടെ കാരണങ്ങൾ എന്തൊക്കെയാണ്? 1453 തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കി. ഇത് ഇന്ത്യയിലേക്കുള്ള കരമാർഗത്തിന് തടസ്സമായി. അതിനാൽ യൂറോപ്പുകാർക്ക് ഒരു ബദൽ മാർഗം ആവശ്യമായി വന്നു. പുതുതായി ഉയർന്നു വന്ന ദേശീയ രാഷ്ട്രങ്ങളുടെ ആഗ്രഹങ്ങളും സമ്പത്ത് സമ്പാദിക്കുന്നതിനെ പിന്തുണച്ചുള്ള ബൂർഷ്വാസികളുടെ വികസനവും. 3. സുഗന്ധ വ്യഞ്ജനങ്ങൾ, സ്വർണം, പരുത്തി, പഞ്ചസാര, പുകയില എന്നിവയ്ക്കുള്ള ആവശ്യം. 4. പുതിയ കമ്പോളങ്ങളുടെ ആവശ്യം. 5. അറബ് ഇറ്റാലിയൻ വ്യാപാര കുത്തക തകർക്കാൻ. ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ച യൂറോപ്യൻ ശക്തികൾ: പോർച്ചുഗീസ്, ഡച്ച്, ബ്രിട്ടീഷുകാർ, ഫ്രഞ്ച്. ഓക്കെ. പോർച്ചുഗീസുകാരുടെ വരവ്. പോർച്ചുഗലിലെ രാജകുമാരനായ ഹെൻറിയുടെ പ്രോത്സാഹനവും ശാസ്ത്ര സാങ്കേതിക രംഗത്തെ മുന്നേറ്റങ്ങളും ക്രൈസ്തവ മിഷണറിമാരുടെ പ്രവർത്തനങ്ങളും കടൽ കടന്ന് ഇന്ത്യയിലെത്താൻ യൂറോപ്യന്മാരെ സഹായിച്ചു. കപ്പിത്താൻ എന്ന പേരിൽ വിഖ്യാതനായ ഹെൻറി ദി നാവിഗേറ്റർ നാവികരെ പരിശീലിപ്പിക്കുന്നതിനായി വിദ്യാലയങ്ങൾ സ്ഥാപിക്കുകയുണ്ടായി. ധാരാളം ചരക്കുകളുമായി വിദൂര യാത്രകൾ നടത്തുവാൻ ശേഷിയുള്ള പുതിയ ഇനം കപ്പലുകൾക്ക് ഈ വിദ്യാലയങ്ങൾ രൂപം നൽകി. വടക്കുനോക്കി യന്ത്രം, ആസ്ട്രോലാബ് തുടങ്ങിയവയുടെ കണ്ടുപിടുത്തങ്ങൾ സമുദ്ര യാത്രകളെ സുഗമമാക്കി തീർത്തു. കൂടാതെ വെടിമരുന്നിന്റെ കണ്ടുപിടുത്തവും നാവികർക്ക് ഗുണകരമായി. 1492 സ്പെയിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ത്യയിലേക്ക് യാത്ര പുറപ്പെട്ട കൊളംബസ് എത്തിച്ചേർന്നത് അമേരിക്കയിലായിരുന്നു. യൂറോപ്പിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഒരു കടൽ മാർഗം കണ്ടുപിടിച്ച് ഇന്ത്യയുമായി നേരിട്ട് കച്ചവട ബന്ധം സ്ഥാപിച്ചത് പോർച്ചുഗീസുകാരായിരുന്നു. പോർച്ചുഗലിലെ ഹെൻറി രാജകുമാരന്റെ പ്രോത്സാഹനത്താൽ അനേകം സാഹസികരായ നാവികന്മാർ ആഫ്രിക്കൻ തീരങ്ങൾ വഴി ഇന്ത്യയിലെത്താൻ പരിശ്രമങ്ങൾ നടത്തി. 1488 പോർച്ചുഗീസ് നാവികൻ ബാർട്ടലോമിയോ ഡയസ് ആഫ്രിക്കയിലെ ശുഭപ്രതീക്ഷ മുനമ്പ് വരെ എത്തുകയുണ്ടായി. 1488 പോർച്ചുഗീസ് നാവികൻ ബാർട്ടലോമിയോ ഡയസ് ആഫ്രിക്കയിലെ ശുഭപ്രതീക്ഷ മുനമ്പ് വരെ എത്തുകയുണ്ടായി. 1497 ഇന്ത്യയിലേക്ക് പര്യവേഷണം നടത്താനും ആഫ്രിക്കയിലെ മുസ്ലിങ്ങളെ ആക്രമിക്കാനും പോർച്ചുഗീസുകാർ തീരുമാനിച്ചു. ഇന്ത്യയിലെ സുഗന്ധദ്രവ്യങ്ങൾ കൈവശപ്പെടുത്തുകയായിരുന്നു അവരുടെ മുഖ്യ ലക്ഷ്യം. ഈ ദൗത്യം പോർച്ചുഗീസുകാർ വാസ്കോഡ ഗാമയെ ഏൽപ്പിച്ചു. ഗാമ ശുഭപ്രതീക്ഷ മുനമ്പ് ചുറ്റി ആഫ്രിക്കയിലെ മൊസംബിക്കിൽ എത്തിച്ചേർന്നു. ഗാമയും കൂട്ടരും മുസ്ലിങ്ങളാണെന്ന് തെറ്റിദ്ധരിച്ച മൊസംബിക്കിലെ സുൽത്താൻ വടക്കോട്ട് യാത്ര ചെയ്യുന്നതിന് ഗാമയ്ക്ക് നിർദ്ദേശങ്ങൾ നൽകുകയും പൈലറ്റുമാരെയും മറ്റും നൽകി സഹായിക്കുകയും ചെയ്തു. ഇബ്ൻ മജീദ് എന്ന പൈലറ്റിന്റെ സഹായത്തോടെ ഗാമയും കൂട്ടരും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പ്രവേശിക്കുകയും 23 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം 1498 മെയ് 21 കോഴിക്കോട് നിന്ന് 8 മൈൽ വടക്കുള്ള കാപ്പാട് ഗ്രാമത്തിൽ കപ്പലിറങ്ങുകയും ചെയ്തു. 1498 മെയ് 21 വാസ്കോഡ ഗാമ കോഴിക്കോട് ഇറങ്ങി. PSC മെയ് 20 ആണ് കേട്ടോ. PSC മെയ് 20. മാനുവൽ രാജാവാണ് ഗാമയെ ഇന്ത്യയിലേക്ക് അയച്ചത്. വാസ്കോഡ ഗാമ യൂറോപ്പിൽ നിന്ന് കടൽ വഴി ഏഷ്യയിലേക്ക് ഒരു വാണിജ്യ മാർഗം കണ്ടുപിടിച്ചു. 1498 കോഴിക്കോടിനടുത്തുള്ള കാപ്പാടിൽ കപ്പലിറങ്ങി. സാമൂതിരിയുമായി വ്യാപാരബന്ധം സ്ഥാപിച്ചു. കണ്ണൂരിലെ കോലോത്തിരിയുമായി ബന്ധപ്പെടുകയും അദ്ദേഹവുമായി ഒരു വാണിജ്യ കരാറിൽ ഏർപ്പെടുകയും ചെയ്തു. 1499 പോർച്ചുഗലിലേക്ക് മടങ്ങി. പെഡ്രോ ആൽവാരസ് കബ്രാൾ 1500 കോഴിക്കോടെത്തി. അറബികളുമായി ഏറ്റുമുട്ടി. സാമൂതിരിയുമായി ഇടഞ്ഞ് കൊച്ചി രാജാവായും കോലോത്തിരി രാജാവുമായി ബന്ധങ്ങൾ സ്ഥാപിച്ചു. കൊച്ചി തുറമുഖം കണ്ടെത്തി. പെഡ്രോ ആൽവാരസ് കബ്രാൾ 1501 മടങ്ങിപ്പോയി. ഒരു വർഷം നിന്നപ്പോൾ. ഗാമയുടെ രണ്ടാം വരവ്. 1502 ഗാമയുടെ രണ്ടാം വരവ്. തീർത്ഥാടക കപ്പൽ കത്തിച്ചു.
കൊള്ള, പീരങ്കി അക്രമങ്ങൾ എന്നിവ നടത്തി 1503 കപ്പൽ നിറയെ ചരക്കുകളുമായി പോർച്ചുഗലിലേക്ക് മടങ്ങി. ഫ്രാൻസിസ്കോ ഡി അൽമേഡ 1505 to 1509. 1505 ഇന്ത്യയിലെത്തിയ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയിയാണ് ഫ്രാൻസിസ്കോ ഡി അൽമേഡ. ദിയു യുദ്ധത്തിൽ ഈജിപ്ത്, തുർക്കി, ഗുജറാത്ത് എന്നിവയുടെ ത്രികക്ഷി സഖ്യത്തെ അദ്ദേഹം പരാജയപ്പെടുത്തി. ഇന്ത്യൻ സമുദ്രത്തിൽ മേധാവിത്വം നേടി. കണ്ണൂരിലെ സെന്റ് ആഞ്ചലോസ് കോട്ട നിർമ്മിച്ചു. 1505. ശക്തമായ നാവികപ്പട വളർത്തിയെടുക്കുന്നതിലൂടെ സമുദ്ര മേധാവിത്വം സ്ഥാപിച്ച് പോർച്ചുഗീസ് ശക്തി വളർത്തുക എന്ന ബ്ലൂ വാട്ടർ നയം കൊണ്ടുവന്നു. കോഴിക്കോട്ടെ മുസ്ലിം കച്ചവടക്കാരുടെ ആവശ്യപ്രകാരം 1508 മീർ ഹുസൈൻ നേതൃത്വം നൽകുന്ന ഈജിപ്തിൽ നിന്നും വന്ന നാവികപ്പട ചൗളിനടുത്ത് മഹാരാഷ്ട്രയിൽ വെച്ച് പോർച്ചുഗീസുകാരെ തോൽപ്പിച്ചു. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ പോർച്ചുഗീസുകാരുടെ ആദ്യ പരാജയം ചൗളിലെ യുദ്ധം. അൽഫോൺസ ഡി അൽബുക്കർക്ക് 1509 to 1515. 1509 to 1515. ഇന്ത്യയിലെ പോർച്ചുഗീസ് വൈസ്രോയിമാരിൽ ഏറ്റവും മഹാനാണ് അൽഫോൺസോ ഡി അൽബുക്കർക്ക്. 1509 ഇന്ത്യയിലെത്തി. പോർച്ചുഗീസുകാരും ഭാരതീയരും തമ്മിലുള്ള മിശ്ര വിവാഹത്തെ പ്രോത്സാഹിപ്പിച്ചു. മിശ്ര കോളനി വ്യവസ്ഥ. 1510 ബീജാപൂരിൽ നിന്ന് അദ്ദേഹം ഗോവ കീഴടക്കി. 1511 പ്രധാനപ്പെട്ട വ്യാപാര പാതയായ മലാക്ക പിടിച്ചെടുത്തു. വിജയനഗരവുമായി സൗഹാർദ്ദം സ്ഥാപിച്ചു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിച്ചു. സതി നിരോധിച്ചു. ആരാണ് സതി നിരോധിച്ചത്? അൽഫോൺസോ ഡി അൽബുക്കർക്ക്. 1509 to 15. ഓക്കെ, ഇന്ത്യയിലെ പോർച്ചുഗീസുകാരുടെ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്? ദിയു, ദാമൻ, ഗോവ, സാൽ, സെറ്റർ, സാന്തോം, ബോംബെ, കോഴിക്കോട്, കൊച്ചി, കണ്ണൂർ. ഇന്ത്യയിലെ പോർച്ചുഗീസുകാരുടെ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്? ദിയു, ദാമൻ, ഗോവ, സാൽ, സെറ്റർ, സാന്തോം, ബോംബെ, കോഴിക്കോട്, കൊച്ചി, കണ്ണൂർ. അടുത്തത് കാർട്ടാസ് സിസ്റ്റം. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ വ്യാപാര കുത്തക സ്വന്തമാക്കാൻ പോർച്ചുഗീസുകാർ കാർട്ടസ് വ്യവസ്ഥ നടപ്പിലാക്കി. ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു ഭാഗവുമായി മറ്റ് കപ്പലുകൾ വ്യാപാരം നടത്തുന്നത് തടയാനായി പോർച്ചുഗീസുകാർ ആവിഷ്കരിച്ച വ്യവസ്ഥ. ഓരോ ഏഷ്യൻ വ്യാപാര കപ്പലും തങ്ങളുടെ ചരക്കുകൾ കത്തുന്നതിന് പോർച്ചുഗീസുകാർക്ക് ഒരു നിശ്ചിത സംഖ്യ കരം നൽകി പാസ് സ്വന്തമാക്കണമായിരുന്നു. കാർട്ടസ് എന്നാണ് ഈ പാസ് അറിയപ്പെട്ടിരുന്നത്. കപ്പലിന്റെ വലുപ്പം, കപ്പിത്താന്റെയും ജീവനക്കാരുടെയും വിവരങ്ങൾ, ചരക്കിന്റെ വിവരങ്ങൾ, എത്തിച്ചേരുന്ന തുറമുഖം എന്നീ വിവരങ്ങൾ കാർട്ടസിൽ ഉൾപ്പെടുത്തിയിരുന്നു. കാർട്ടസ് വാങ്ങാത്ത കപ്പലുകൾ കണ്ടുകെട്ടി ജീവനക്കാരെ കൊല്ലുകയോ കപ്പലുകളിൽ അടിമകളാക്കുകയോ ചെയ്തിരുന്നു. പോർച്ചുഗീസ് ശക്തിയുടെ തകർച്ചയുടെ കാരണങ്ങൾ. 1. ചെറുരാജ്യം കോളനികൾ നിലനിർത്താനുള്ള ആൾബലമോ ധനശേഷിയോ ഉണ്ടായിരുന്നില്ല. 2. ഭരണരംഗത്തെ അഴിമതി. 3. മതപരമായ അസഹിഷ്ണുത. 4. വിജയനഗരത്തിന്റെ തകർച്ച, മുഗളന്മാർ, മറാഠികൾ, ഡച്ചുകാർ, ഇംഗ്ലീഷുകാർ എന്നിവരുടെ വെല്ലുവിളികൾ. 1580 സ്പെയിനിലെ ഫിലിപ്പ് രണ്ടാമന്റെ പോർച്ചുഗൽ കൈയടക്കി. പോർച്ചുഗീസ് ശ്രദ്ധ ബ്രസീലിലേക്ക് തിരിഞ്ഞത്. അൽബുക്കർക്കിന്റെ നയങ്ങൾ, കപടമായ കച്ചവട രീതികളും വ്യാവസായിക സാങ്കേതിക വിദ്യയിലെ പിന്നോക്ക വ്യവസ്ഥയും. ഡച്ചുകാരുടെ വരവ്. നെക്സ്റ്റ് ആണ് ഡച്ചുകാരുടെ വരവ്. 1502 ആംസ്റ്റർഡാമിലെ ഒരു വിഭാഗം വ്യാപാരികൾ ഒരു ഡച്ച് കമ്പനി സ്ഥാപിച്ചു. പിന്നീട് അത്തരത്തിലുള്ള നിരവധി കമ്പനികൾ രൂപീകരിക്കപ്പെട്ടു. 1602 ഹോളണ്ടിലെ എല്ലാ കമ്പനികളെയും സമന്വയിപ്പിച്ചുകൊണ്ട് ഒരു ഏകീകൃത ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കപ്പെട്ടു. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന പേരിൽ അത് അറിയപ്പെട്ടു. 1619 ജക്കാർത്ത പിടിച്ചെടുത്തു. 1659 പോർച്ചുഗീസുകാരിൽ നിന്ന് സിലോൺ പിടിച്ചെടുത്തു. ഡച്ചുകാരുടെ കേന്ദ്രങ്ങൾ. മസൂലിപട്ടണം. ഇന്ത്യയിലെ ആദ്യത്തെ കച്ചവട കേന്ദ്രമാണ് മസൂലിപട്ടണം. പുലിക്കറ്റ്, സൂറത്ത്, ബാച്ച്, കാംബെ, അഹമ്മദാബാദ്, പാറ്റ്ന, ആഗ്ര, ചിൻസും, കൊച്ചി, കാസിം ബസാർ, നാഗപട്ടണം. ഡച്ചുകാരുടെ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്? മസൂലിപട്ടണം. ഇന്ത്യയിലെ ആദ്യത്തെ കച്ചവട കേന്ദ്രം മസൂലിപട്ടണം. പുലിക്കറ്റ്, സൂറത്ത്, ബാച്ച്, കാംബെ, അഹമ്മദാബാദ്, പാറ്റ്ന, ആഗ്ര, ചിൻസും, കൊച്ചി, കാസിം ബസാർ, നാഗപട്ടണം. ഡച്ച് ശക്തിയുടെ പതനത്തിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്?
1741 കുരുമുളകിന്റെ കുത്തക വ്യാപാരത്തിന്റെ പേരിൽ തിരുവിതാംകൂർ രാജാവായിരുന്ന മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ നടന്ന കുളച്ചൽ യുദ്ധം ഡച്ചുകാർക്ക് മാരകമായ പ്രഹരമേൽപ്പിച്ചു. ഡച്ചുകാർക്ക് ഇന്ത്യയിൽ താല്പര്യമുണ്ടായിരുന്നില്ല. ഈസ്റ്റ് ഇൻഡീസിലായിരുന്നു അവർക്ക് താല്പര്യം. ഹൈദരലിയുടെ മൈസൂർ പിടിച്ചെടുത്തു. ഓക്കെ, ഡച്ച് ശക്തിയുടെ പതനത്തിലുള്ള കാരണങ്ങളാണ് ഹൈദരലിയുടെ മൈസൂർ പിടിച്ചെടുത്തു. 4. ഇംഗ്ലീഷുകാരുടെ വെല്ലുവിളി ഡച്ചുകാരുടെ അടിത്തറയിളക്കി. ഇംഗ്ലീഷുകാരുടെ നാവിക ശക്തിക്ക് മുമ്പിൽ അവർ കീഴടങ്ങി. 5. ഇന്ത്യയിലെ സസ്യങ്ങളുടെ ഔഷധ ഗുണങ്ങളെ സവിസ്തരം പ്രതിപാദിക്കുന്ന ഹോർത്തുസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം ഡച്ചുകാരുടെ ഏറ്റവും മികച്ച സാംസ്കാരിക സംഭാവനയാണ്. അഡ്മിറൽ വാൻ റീഡിന്റെ രക്ഷാധികാരത്തിലാണ് ഈ പുസ്തകം രചിക്കപ്പെട്ടത്. മാത്യൂസ്, രംഗഭട്ട്, അപ്പുഭട്ട്, വിനായക ഭട്ട്, ഇട്ടി അച്യുതൻ എന്നിവർ ഇതിന്റെ രചനയിൽ പങ്കുവഹിക്കുകയുണ്ടായി. 1678 1703 മധ്യേ 12 വാല്യങ്ങളായി 12 വോളിയംസ് ആംസ്റ്റർഡാമിൽ നിന്നും പ്രസിദ്ധീകരിച്ച ഈ ഗ്രന്ഥത്തിൽ മനോഹരമായ 794 ചിത്രങ്ങളുണ്ടായിരുന്നു. മലയാളത്തിൽ അച്ചടിച്ച ആദ്യ ഗ്രന്ഥമെന്ന നിലയിലും ഹോർത്തുസ് മലബാറിക്കസ് പ്രസിദ്ധമായി. മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ ഗ്രന്ഥം ഹോർത്തുസ് മലബാറിക്കസ്. അടുത്ത ടോപ്പിക്കാണ് ബ്രിട്ടീഷുകാരുടെ വരവ്. അക്ബറിന്റെ കൊട്ടാരം സന്ദർശിച്ച ആദ്യ ഇംഗ്ലീഷുകാരൻ മാസ്റ്റർ റാൽഫ് ഫിച്ച് ആണ്. 1583 അക്ബറിന്റെ കൊട്ടാരം സന്ദർശിച്ച ആദ്യ ഇംഗ്ലീഷുകാരൻ മാസ്റ്റർ റാൽഫ് ഫിച്ച് 1583. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ ജോൺ കമ്പനി കിഴക്കൻ രാജ്യങ്ങളുമായി വ്യാപാരം ചെയ്യാൻ അനുവദിക്കുന്ന ബ്രിട്ടീഷ് രാജ്ഞി എലിസബത്ത് ഒന്നിന്റെ കരാറ് ഏതാണ്? റോയൽ ചാർട്ടർ. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം 1600 ഡിസംബർ 31. ജഹാംഗീറിന്റെ കൊട്ടാരം സന്ദർശിച്ച ഇംഗ്ലീഷുകാർ ആരൊക്കെയാണ്? വില്യം ഹോക്കിൻസും. 1608 വില്യം ഹോക്കിൻസ് ജഹാംഗീറിന്റെ കൊട്ടാരം സന്ദർശിച്ചത്. അതുപോലെ തോമസ് റോയ് 1615 സന്ദർശിച്ചത്. ഇന്ത്യയിൽ സ്ഥാപിതമായ ആദ്യത്തെ ബ്രിട്ടീഷ് ഫാക്ടറി സൂറത്താണ്. 1613 to 1615. 17-ാം നൂറ്റാണ്ടിന്റെ അന്ത്യത്തോടെ ഇന്ത്യയിലെ 3 പ്രധാന കേന്ദ്രങ്ങൾ ഇംഗ്ലീഷുകാരുടെ നിയന്ത്രണത്തിലായി. ഏതൊക്കെ? മദ്രാസും ബോംബെയും കൽക്കത്തയും. 17-ാം നൂറ്റാണ്ടിന്റെ അന്ത്യത്തോടെ ഇന്ത്യയിലെ 3 പ്രധാന കേന്ദ്രങ്ങൾ ഇംഗ്ലീഷുകാരുടെ നിയന്ത്രണത്തിലായി. അവ ഏതൊക്കെയാണ്? മദ്രാസ്, ബോംബെ, കൽക്കത്ത. ചന്ദ്രഗിരിയിലെ ഭരണാധികാരിയുടെ അധീനതയിലായിരുന്നു മദ്രാസ്. 1639 ഇംഗ്ലീഷുകാർക്ക് ലഭിച്ചത്. ഫ്രാൻസിസ് ഡേ മദ്രാസിലെ പാണ്ഡികശാലയ്ക്കു ചുറ്റുമായി സെന്റ് ജോർജ് കോട്ട പണി കഴിപ്പിച്ചു. 1644 മദ്രാസ് കയ്യിലായതോടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ദക്ഷിണേന്ത്യയിലും അടിത്തറയായി. ഫ്രാൻസിസ് ഡേ മദ്രാസിലെ പാണ്ഡികശാലയ്ക്കു ചുറ്റുമായി സെന്റ് ജോർജ് കോട്ട പണി കഴിപ്പിച്ചു. 1644 മദ്രാസ് കയ്യിലായതോടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ദക്ഷിണേന്ത്യയിലും അടിത്തറയായി. ഇംഗ്ലണ്ടിലെ ചാൾസ് II രാജാവിന് പോർച്ചുഗീസുകാരിൽ നിന്ന് സ്ത്രീധനമായി ലഭിച്ച ബോംബെ അദ്ദേഹം 1668 തുച്ഛമായൊരു നികുതിക്ക് കമ്പനിക്ക് കൈമാറി. താമസിയാതെ ഇംഗ്ലീഷുകാർ തങ്ങളുടെ പ്രവർത്തന കേന്ദ്രം സൂറത്തിൽ നിന്നും ബോംബെയിലേക്ക് മാറ്റി. 1687 ബോംബെ പിന്നീട് ഒരു വൻ നഗരമായി വളരുകയും ചെയ്തു. പൂർവേന്ത്യയിലും ഇംഗ്ലീഷുകാർ പാണ്ഡികശാലകൾ സ്ഥാപിച്ചിരുന്നു. 1690 ബംഗാളിലെ സന്തതി, ഗോവിന്ദപുരം, കാളിഘട്ട് എന്നീ ഗ്രാമങ്ങളുടെ സെമീന്ദാരി അധികാരം കമ്പനി വിലയ്ക്കു വാങ്ങി. ഇവിടത്തെ കച്ചവട താവളത്തിന് ചുറ്റുമായി 1698 ഇംഗ്ലീഷുകാർ ഫോർട്ട് വില്യം എന്ന പേരിൽ ഒരു കോട്ട നിർമ്മിക്കുകയും ചെയ്തു. ഈ ഗ്രാമങ്ങളാണ് പിൻകാലത്ത് പ്രസിദ്ധമായ കൊൽക്കത്ത നഗരമായി വളർന്നത്. ഹൂഗ്ലി യുദ്ധം ബ്രിട്ടീഷുകാരും മുഗൾ സാമ്രാജ്യം തമ്മിൽ. ഹൂഗ്ലി യുദ്ധം ആരൊക്കെ തമ്മിലായിരുന്നു? ബ്രിട്ടീഷുകാരും മുഗൾ സാമ്രാജ്യവും തമ്മിൽ. 1715 ചക്രവർത്തിയായ ഫാറൂഖ് സിയാർ ബംഗാളിലും ഹൈദരാബാദിലും സൂറത്തിലും തീരുവയുമൊന്നുമില്ലാതെ സ്വതന്ത്ര വ്യാപാരം നടത്തുവാനുള്ള രാജകീയാനുമതി ഫർമാൻ കമ്പനിക്ക് നൽകി. 1715 ഫാറൂഖ് സിയാർ. ബംഗാൾ, ഹൈദരാബാദ്, സൂറത്ത്. ഓക്കെ. ബോംബെയിൽ കമ്പനി അടിച്ചിറക്കിയിരുന്ന നാണയങ്ങൾ മുഗൾ സാമ്രാജ്യത്തിലുടനീളം കറൻസിയായി സ്വീകരിക്കപ്പെട്ടു. ഈ രാജകീയാനുമതികളെ കമ്പനിയുടെ മാഗ്ന കാർട്ട എന്ന് വിളിക്കുന്നു. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ നിയന്ത്രിക്കുന്നതിനായി ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ ആദ്യത്തെ നിയമം ഏതാണ്? റെഗുലേറ്റിംഗ് ആക്ട് 1773.
അടുത്തത് ഇംഗ്ലീഷുകാരുടെ കേന്ദ്രങ്ങളാണ്. സൂറത്ത് ആദ്യത്തെ വ്യാപാര കേന്ദ്രമാണ് സൂറത്ത്. ആഗ്ര, അഹമ്മദാബാദ്, ബ്രോച്ച്. മസുലീപട്ടണം ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഫാക്ടറിയാണ് മസുലീപട്ടണം. സൂറത്ത് ആദ്യത്തെ വ്യാപാര കേന്ദ്രം. ഇംഗ്ലീഷുകാരുടെ ആദ്യത്തെ വ്യാപാര കേന്ദ്രം സൂറത്ത്. മദ്രാസ്, ബോംബെ, കൽക്കത്ത പ്രസിഡൻസികളാണ്. അടുത്തത് ഫ്രഞ്ചുകാരുടെ വരവാണ്. നെക്സ്റ്റ് ടോപ്പിക് ഫ്രഞ്ചുകാരുടെ വരവ്. അവസാനമായി ഇന്ത്യയിൽ പ്രവേശിച്ചത് ഫ്രഞ്ചുകാരാണ്. 1664 ലൂയി 14 മന്ത്രിയായിരുന്ന കോൾബെർട്ടിന്റെ കീഴിൽ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായി. ആദ്യത്തെ ഫാക്ടറി സൂറത്തിലും രണ്ടാമത്തേത് പട്ടണത്തുമായിരുന്നു. ആദ്യത്തെ ഫാക്ടറി സൂറത്തിലും രണ്ടാമത്തേത് മസുലിപട്ടണത്തുമായിരുന്നു. 1673 പോണ്ടിച്ചേരി പിടിച്ചടക്കി. 1673 ഫ്രഞ്ചുകാർ പോണ്ടിച്ചേരി പിടിച്ചടക്കി. കാസിം ബസാർ, ബാലാസോർ, ചന്ദ്രനഗർ, മാഹി, കാരിക്കൽ, യാനം എന്നിവിടങ്ങളിലെ മറ്റ് കേന്ദ്രങ്ങൾ. കാസിം ബസാർ, ബാലാസോർ, ചന്ദ്രനഗർ, മാഹി, കാരിക്കൽ, യാനം എന്നിവിടങ്ങളാണ് മറ്റ് കേന്ദ്രങ്ങൾ. 1616 ഡെൻമാർക്കുകാർ ഇന്ത്യയിലെത്തി. 1620 ട്രാങ്ക്യുബാറിലും 1676 സെരാംപൂരിലും കേന്ദ്രങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തു. ഓക്കെ, 1616 ഡെൻമാർക്കുകാർ ഇന്ത്യയിലെത്തി. 1620 ട്രാങ്ക്യുബാറിലും 1676 സെറാംപൂരിലും കേന്ദ്രങ്ങൾ സ്ഥാപിച്ചു. ഓക്കെ, ഇന്ത്യയിലെത്തിയ യൂറോപ്യൻ വ്യാപാര കമ്പനികൾ. ഓക്കെ, കമ്പനി സ്ഥാപിച്ച വർഷം. ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1600. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1602. ഡെൻമാർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1616. പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1628. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1664. Thank you so much for listening me. We'll see you next video. Bye.